ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് വീടിന് തീയിട്ടു. ഭാര്യയ്ക്കും മകനും പൊള്ളലേറ്റു. പ്രതി അറസ്റ്റിൽ. പത്തനംതിട്ട വകയാർ കൊല്ലമ്പടിയിലാണ് സംഭവം. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് പുലർച്ചെ 1:30 തീയിടുകയായിരുന്നു. പൊള്ളലേറ്റ രജനിയും ഇളയ മകനും ചികിത്സയിലാണ്. രജനിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെട്ട സിജുവിനെ പോലീസ് പിടികൂടി. രജനിയുടെയും സിജുവിന്റെയും രണ്ടാം വിവാഹമായിരുന്നു. വിവാഹശേഷം ഇരുവരും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. രാത്രി വീട്ടുകാർ ഉറങ്ങാൻ കിടന്നതായിരുന്നു. പിന്നാലെ ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ വീടിന് തീ പിടിച്ചിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയാണ് അറസ്റ്റിലായ സിജു. ടിന്നറോ പെട്രോളോ ഉപയോഗിച്ച് തീ കൊളുത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വീടിന്റെ ഒരു ഭാഗം മുഴുവൻ കത്തിയിട്ടുണ്ട്. ജ്യൂസ് കൊടുത്ത് മയക്കിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചു. പാലയിലാണ് സംഭവം. ഭർത്തൃപിതാവിനെ പരിചരിക്കുന്നതിനായി എത്തിയ മെയിൽ നഴ്സ് വ്യാപാര സ്ഥാപന ഉടമയായ യുവതിയെ പീഡിപ്പിച്ചതാണ് പരാതി. പകൽ സമയം വീട്ടിൽ ഭർത്താവും കുട്ടികളും ഇല്ലാതിരുന്ന സമയത്ത് നഴ്സ് ജ്യൂസ് കൊടുത്ത് മയക്കിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. 2024 ജൂലൈയിലാണ് പീഡനം നടന്നത്. സംഭവത്തിന് ശേഷം മാനസികമായി തളർന്ന യുവതി ഇപ്പോഴാണ് പരാതി നൽകിയത്. വീട്ടിൽ താമസിച്ചാണ് മെയിൽ നഴ്സ് ഭർത്തൃപിതാവിനെ പരിചരിച്ചിരുന്നത്. പീഡനം നടന്നതിനെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു. നഴ്സിന് പുറമെ ഭർത്താവിന്റെ സുഹൃത്തായ മറ്റൊരാളും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പരാതിയിലുണ്ട്. പരാതിയിൽ കേസെടുത്തതായും പ്രതികൾ ഒളിവിലാണെന്നും പാലാ ഡിവൈഎസ്പി കെ സതൻ പറഞ്ഞു. പെട്രോൾ പമ്പ് ഓഫീസ് കുത്തിത്തുറന്ന് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. തൈക്കാട്ടുശ്ശേരി PS കവലയിലുള്ള പെട്രോൾ പമ്പ് ഓഫീസ് കുത്തിത്തുറന്ന് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ തൃശൂർ കൊരട്ടി എരിയാങ്കുടി അന്നമ്മനറ ചെമ്പാട്ട് വീട്ടിൽ റിയാദ്, എറണാകുളം നോർത്ത് പറവൂർ ചിറ്റാറ്റുകര ചന്തത്തോപ്പിൽ വീട്ടിൽ മിഥുൻ CA എന്നിവരെയാണ് പൂച്ചാക്കൽ പോലീസ് തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ജനുവരി 22 രാത്രി 11:36 സംഭവം. ഓഫീസ് മുറിയുടെ ഷട്ടർ തുറന്ന് ഗ്ലാസ് ഡോറിന്റെ ലോക്ക് പൊളിച്ചാണ് ഇവർ അകത്ത് കയറിയത്. മേശപ്പുറത്ത് ബാഗിലുണ്ടായിരുന്ന 18,500 രൂപയും മേശവലിപ്പ് കുത്തി തുറന്ന് അതിലുണ്ടായിരുന്ന 24,950 രൂപയും ഉൾപ്പെടെ 43,450 രൂപയും മൊബൈൽ ഫോണുമാണ് കവർന്നത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. പിടിയിലായവർ നിരവധി മോഷണ കേസുകളിൽ പ്രതികളും ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ്. റിയാദ് കഴിഞ്ഞ ഡിസംബർ 31 ജയിൽ മോചിതനായത്. കീടനാശിനി കഴിച്ച 3 സഹോദരിമാരുടെ ആത്മഹത്യാ ശ്രമം. ഒരാൾ മരിച്ചു. ആറ്റൂരിലാണ് കീടനാശിനി കഴിച്ച 3 സഹോദരിമാർ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ആറ്റൂർ സ്വദേശിനികളായ സരോജിനി, ജാനകി, ദേവകി എന്നിവരാണ് വിഷം കഴിച്ച് മരിച്ചത്. സരോജിനി മരിച്ചു. മറ്റു 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇവർ 3 പേരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവിവാഹിതരാണ്. ഇവരെ കാണാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൂവരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സരോജിനി മരിച്ചു. പ്രായമായതിന്റെ അവശതകൾ മൂവരെയും അലട്ടിയിരുന്നു. അതിന്റെ നൈരാശ്യത്തിലാണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യക്കുറിപ്പ് സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്നുള്ള വിവരം. ആലപ്പുഴ ചെന്നിത്തലയിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. ചെന്നിത്തല ഷാരോൺ വില്ലയിൽ ജോസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 20 പവൻ സ്വർണവും ലാപ്ടോപ്പ് ഉൾപ്പെടെ ഉള്ള വസ്തുക്കളുമാണ് മോഷണം പോയത്. പാസ്പോർട്ട് അടക്കം വിലപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരുന്ന ബാഗ്, ഇന്ത്യൻ വിപണിയിൽ 30,000 രൂപ വരുന്ന 25 UK പൗണ്ട് എന്നിവ സൂക്ഷിച്ച ബാഗ് ഉൾപ്പെടെ കാണാതായിട്ടുണ്ട്. അലമാര കുത്തിപ്പൊളിച്ച ശേഷം അതിനുള്ളിലെ ലോക്കർ തകർത്താണ് കവർച്ച. പ്രവാസിയായ ജോസും കുടുംബവും 2 മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് മോഷണം നടന്നത്. സംഭവത്തിൽ മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യപിച്ച വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്ത പോലീസുകാർക്ക് നേരെ കയ്യേറ്റം. 2 പേർ അറസ്റ്റിൽ. കൊട്ടാരക്കര റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ വെച്ചാണ് അക്രമ സംഭവം നടന്നത്. മദ്യപിച്ച് 2 പേർ വാഹനത്തിൽ വരുന്നുണ്ടെന്ന വിവരം കൺട്രോൾ റൂമിൽ ലഭിച്ചിരുന്നു. തുടർന്ന് വാഹനം തടഞ്ഞപ്പോഴാണ് പോലീസുകാർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. കൺട്രോൾ റൂം SI രാജേഷ് കുമാർ, CPO നിക്സൺ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. വെങ്കടേഷ്, മനീഷ് എന്നിവരെ കൊട്ടാരക്കര പോലീസ് പിടികൂടി. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതി വെങ്കടേഷ് സെല്ലിൽ കിടന്നും പോലീസുകാരെ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പോലീസുകാരെ കയ്യേറ്റം ചെയ്തു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.